ഏറെ സ്നേഹം നിറഞ്ഞവരെ, വളരെയധികം ദുഃഖത്തോടെയാണ് ക്രിസ്മസിന്റെ പുലർച്ചെ ഈ ഒരു വിവരം അറിഞ്ഞത്. കടക്കൽ കത്തിവെക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനിയുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത്. അതായത് ഭാരതത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾ ജനനം കൊണ്ട ആരംഭം കുറിച്ചിട്ടുള്ള പാലയൂരിലെ പള്ളിയിലെ തന്നെ വിശ്വാസപരമായ ചടങ്ങുകൾക്കാണ് ചാവക്കാട് SI തടസ്സം നൽകിയത്. പരിപാടി അലങ്കോലപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തി അത് ചില തീവ്രമത ചിന്താഗതിക്കാരാണെന്ന് വ്യാഖ്യാനമുണ്ടായി. പത്തനംതിട്ട കുമ്പനാട് കരോളിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു കുറച്ച് യൂത്ത്. അത് സാമൂഹിക വിരുദ്ധർ എന്നുള്ള ഒരു വ്യാഖ്യാനം അവിടെയുണ്ട്. എന്നാൽ പാലയൂർ പള്ളിയിലെ ചടങ്ങുകൾക്ക് അവിടെ 9 മണിക്ക് നടക്കേണ്ട പരിപാടിക്ക് 8:15 തന്നെ വളരെ കർമ്മനിരതനായി വന്ന ഉദ്യോഗസ്ഥൻ പാലയൂർ പള്ളി വികാരിയോട് പറഞ്ഞു, മറ്റ് തലങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലെ നിയമവിരുദ്ധമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി നൽകാൻ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പരാതി കിട്ടിയിട്ടാണോ അവിടെ വന്നത്? ആരുടെയെങ്കിലും പരാതി ലഭിച്ചിട്ടാണോ വന്നത്? ഒരിക്കലുമല്ല. അപ്പൊ നിയമം സംരക്ഷിക്കണമെന്നുള്ള ഒരൊറ്റ ചേതോവികാരം കൊണ്ടൊന്നും മാത്രമൊന്നുമല്ല അദ്ദേഹം വന്നത് എന്ന് ചിന്തിക്കാനും വിവേചിച്ചറിയാനുമുള്ള സാമാന്യ ബുദ്ധി ക്രിസ്ത്യാനികൾക്കുണ്ട്. ഡിപ്പാർട്ട്മെന്റില് പച്ച വെളിച്ചവും മഞ്ഞ വെളിച്ചവുമുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്നറിയാം. അത്തരം ചില ഗ്രൂപ്പുകളിലൊക്കെ പെട്ടിട്ട് ചില ഉദ്യോഗസ്ഥർ ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ കേരളത്തിലെ മതേതര ചിന്തയ്ക്കും മതേതര സമൂഹത്തിനുമാണ് മുറിവേൽപ്പിക്കുന്നതെന്ന് ഭരണകൂടം ഓർക്കുന്നത് നല്ലതായിരിക്കും. അതേത് ഭരണകൂടത്തിന്റെ കീഴിലാണെങ്കിലും എപ്പോഴാണെങ്കിലും പോലീസിനെ നിയന്ത്രിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ഇത്തരം ഒരു ഉദ്യോഗസ്ഥൻ അവധിയിൽ പ്രവേശിച്ചതുകൊണ്ടോ അതിനുശേഷം ശബരിമല ഡ്യൂട്ടിയിൽ പോയതുകൊണ്ടോ ഒന്നും ഇത്തരം കാര്യങ്ങൾക്ക് ശമനമുണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരിക്കലും സ്റ്റേഷൻ ഡ്യൂട്ടി കൊടുക്കാതെ അദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അന്വേഷണ നടപടികൾ ആരംഭിച്ച് അദ്ദേഹത്തിന് ശിക്ഷാ നടപടികളിലേക്ക് പോകണം. ഇനി മേലാൽ അദ്ദേഹത്തിന് സ്റ്റേഷൻ ഡ്യൂട്ടി കൊടുക്കരുതെന്നുമാണ് ആഭ്യന്തര വകുപ്പിനോട് പറയാനുള്ളത്. കേരളത്തിലെ ക്രൈസ്തവർ ആരംഭം കൊണ്ടിട്ടുള്ള ഈ പാലയൂരില് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ക്രൈസ്തവരെല്ലാവരും നേരത്തെ തോമസ് ഏട്ടൻ പറഞ്ഞതുപോലെ വത്തിക്കാനിലേക്ക് ഓടിപ്പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ തയ്യാറാവില്ല, പക്ഷെ പ്രതികരിക്കും. എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിക്കാൻ ഈശോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കാനും ഞങ്ങൾക്കറിയാം. കൃത്യമായ രീതിയിൽ മതേതര ചിന്തയോടെ മറ്റ് സമൂഹങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ പ്രതിഷേധ സദസ്സിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി.